ഇത് പ്രാർത്ഥന ഹാളല്ലേ? അപ്പൊ എന്റെ ഫോട്ടോ എടുത്ത് മാറ്റണം, ഈ ഫോട്ടോ എടുത്ത് മാറ്റണം. അത് നോക്കി പ്രാർത്ഥിക്കരുത്. നമ്മളും നിങ്ങളൊക്കെ ദൈവത്തിന്റെ അടിമകളാണ്. ഇപ്പൊ ഇന്ന് തർക്കല്ലിട്ടത് എൻ്റെ പിതാവിന്റെ പേരിലും ഞാൻ പറഞ്ഞേ, അതിലേലൊക്കെ ഉന്നതമായ ഒരു പിതാവിന്റെ പേരാണ് ഇവിടെയുള്ളത്. സിമന്റ് ഇടട്ടെ. എവിടെ 15 കോടി രൂപ മുതൽ മുടക്കി അമ്മമാർക്ക് വേണ്ടി ഗാന്ധി ഭവനിൽ പണിതീർത്ത ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടന സമയത്താണ് MA യൂസഫ് അലി അച്ഛന്മാർക്ക് വേണ്ടിയും കെട്ടിടം പണിയുമെന്ന് പ്രഖ്യാപിച്ചത്. വാക്കു പറഞ്ഞതുപോലെ തന്നെ ക്രിസ്മസ് ദിനത്തിൽ ഇത്തിരി ചെലവ് കൂട്ടി 20 കോടി രൂപ മുതൽ മുടക്കി ആരോരുമില്ലാത്ത വയോധികർക്ക് വേണ്ടി ഗാന്ധി ഭവനിൽ പുതിയ കെട്ടിടത്തിന് അദ്ദേഹം തറക്കല്ലിട്ടു. കല്ലിടട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യനായ കരുണാവാരിധിയായ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ഞാനിതിടുന്നു. ഗാന്ധി ഭവന്റെ എല്ലാമെല്ലാമായ പുനലൂർ സോമരാജന്റെയും ഇവിടുത്തെ അന്തേവാസികളായ TP മാധവനെ അടക്കം പങ്കുചേർത്തായിരുന്നു ശിലാസ്ഥാപന ചടങ്ങ്. സിമന്റ് ഇടട്ടെ. നന്ദും ബിജും വർക്ക് ചെയ്യുന്നത്, കോൺട്രാക്ടർമാർ കാശ് മേടിക്കുന്നത്. തമാശ പറഞ്ഞു ബിജു. 300-ലധികം വയോധികർക്ക് പ്രയോജനപ്പെടുന്ന കെട്ടിടത്തിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് MA യൂസഫ് അലി സോമരാജനെ ഓർമ്മപ്പെടുത്തി. സോമരാജൻ സാറിന് പറയാനുള്ളത്, നിങ്ങൾ വളരെ അർഹതപ്പെട്ടവർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. മക്കളില്ലാത്തവര്, മക്കൾ തള്ളി വീഴുന്നവർ എടുക്കരുത്. അവർക്ക് ദൈവത്തിൻ്റെ ശാപം ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നത് ക്ഷമിക്കാൻ പറ്റും. പക്ഷെ കഴിയുന്നതും ആരും അമ്മമാരെയും അച്ഛന്മാരെയും തള്ളിവിടരുത്. അവരെ ദുഃഖം അനുഭവിപ്പിക്കരുത്. അവർക്കിവിടെ വന്നാൽ സന്തോഷമാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ ശുശ്രൂഷിക്കേണ്ടവരെ നിങ്ങൾ ശുശ്രൂഷിക്കുക. ഞാൻ ഖുർആൻ പറയുന്നു, ഒബിൽ വാലിദൈനി ഇഹ്സാനാൻ, മാതാപിതാക്കളോട് കരുണ കാണിക്കുക, സ്നേഹം കാണിക്കുക, അവരെ ശുശ്രൂഷിക്കുക, അവരെ തള്ളിവിടാതിരിക്കുക. അതൊക്കെയാണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. ഇത് മാതാപിതാ ഗുരു ദൈവേ എന്നാണ് ഹൈന്ദവ സഹോദരന്മാരും സഹോദരികളും പഠിക്കുന്നത്. അതിൻ്റെ കഥകളുണ്ട്. ശ്രീരാമ ഭഗവാൻ വനവാസത്തിന് പോകാൻ കാരണം തൻ്റെ പിതാവിൻ്റെ വാക്ക് പാലിക്കുകയാണ്. മുൽപ്പാട് കേകയാം പുത്രിയാം അമ്മയ്ക്ക് മൽപിതാ 2 വരം കൊടുത്തിടിനാ. എൻ്റെ പിതാവ് വരം കൊടുത്ത കാര്യം ഞാൻ കാട്ടിലേക്ക് പോകണം. അത് ഭഗവാൻ ശ്രീരാമൻ പറയുന്നത്. അതാണ് വനവാസത്തിന് പോകാൻ കാരണം. തൻ്റെ പിതാവായ സൂര്യഭഗവാൻ കൊടുത്ത കവചകുണ്ഡലങ്ങൾ തൻ്റെ മാതാവായ കുന്തിദേവിക്ക് അയച്ചു കൊടുത്തുകൊണ്ട് മരണത്തെ നേരിട്ടതാണ് കർണൻ. അതൊക്കെ ഹിന്ദു പുരാണങ്ങളിൽ, ഹിന്ദു ആചാരങ്ങളിൽ, ഭഗവത്ഗീതയിലും രാമായണത്തിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഖുർആനിൽ പറഞ്ഞു, രാമായണത്തിലും ഗീതയിലും പറഞ്ഞു, ബൈബിളിലും പറഞ്ഞു, നിങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യും. അതില്ലാതെ തള്ളിവിടുന്ന പ്രവണത അതും കേരളത്തിൽ വർദ്ധിക്കാതിരിക്കട്ടെ, അവർക്ക് ദൈവത്തിൻ്റെ ശാപമില്ലാതിരിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുക. ഈ ബിൽഡിംഗ് വളരെ സന്തോഷകരമായി പൂർത്തിയാക്കി ഇവിടെ ബുദ്ധിമുട്ടി ജീവിക്കുന്നവർ സമാധാനപരമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അവർക്ക് ആരോഗ്യത്തോടു കൂടി ആയുസ്, ആ ബിൽഡിങ്ങിൽ താമസിക്കാനുള്ള ആരോഗ്യത്തോടു കൂടി ആയുസ് ദൈവം കൊടുക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. സ്ഥാപനങ്ങൾക്ക് തന്റെ മാതാപിതാക്കളുടെ പേരിടണമെന്ന് സോമരാജൻ ആവശ്യപ്പെട്ടതിന് MA യൂസഫ് അലി എന്ന മനുഷ്യസ്നേഹി മറുപടി നൽകിയത് ഇങ്ങനെയാണ്. അമ്മമാരുടെ ബിൽഡിങ്ങിൽ എൻ്റെ മാതാവിൻ്റെ പേരിടണം. അതുകൂടാതെ ഇപ്പം ഇന്ന് തർക്കല്ലിട്ടത് എൻ്റെ പിതാവിൻ്റെ പേരിലും ഞാൻ പറഞ്ഞേ, അതിലേലൊക്കെ ഉന്നതമായ ഒരു പിതാവിൻ്റെ പേരാണ് ഇവിടെയുള്ളത്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേരാണ് ഗാന്ധി ഭവൻ. അപ്പോൾ ആ ഗാന്ധി ഭവൻ്റെ പേര് തന്നെ മതി.
എൻ്റെ മാതാവിനേക്കാളും എൻ്റെ പിതാവിനേക്കാളും പേരിനേക്കാളും ഗാന്ധി ഭവൻ മഹാത്മാഗാന്ധി നമ്മൾക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ മഹാത്മാഗാന്ധിയുടെ പേരിലാണ് ഗാന്ധി ഭവൻ. അപ്പോൾ ഗാന്ധി ഭവൻ ഫോർ മെയിൽ, ഗാന്ധി ഭവൻ ഫോർ ഫീമെയിൽ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഗാന്ധി ഭവൻ്റെ പേരിൽ തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. പേര് ആരുടെ പേര് ആവശ്യമില്ല. നമ്മൾക്ക് ആവശ്യം പ്രാർത്ഥനയാണ്, ദൈവത്തിൻ്റെ കരുണയാണ് നമ്മൾക്ക് ആവശ്യം. അതിനുവേണ്ടി നിങ്ങൾ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്, കലാമണ്ഡലത്തിൽ പഠിച്ചതാണ്. ഏറ്റവും ചെയ്യാൻ പറ്റാവുന്ന ആഘോഷത്തിന്റെ ക്രിസ്മസ് കേക്ക് മുറിച്ചപ്പോൾ അമ്മമാർക്ക് അദ്ദേഹം അത് വായിൽ വെച്ച് നൽകി. അതുമാത്രമല്ല, അവിടെ എവിടെയും പറ്റിയിരുന്ന കേക്ക് അദ്ദേഹത്തിനെ തുടയ്ക്കാനും ഒരു മടിയും കാണിച്ചില്ല. പോരാൻ നേരം പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി ഗൗരവത്തിൽ പറഞ്ഞുറപ്പിച്ചാണ് MA യൂസഫ് അലി ഗാന്ധി ഭവനിൽ നിന്നും മടങ്ങിയത്. ഇത് പ്രാർത്ഥന ഹാളല്ലേ? അപ്പം എൻ്റെ ഫോട്ടോ എടുത്ത് മാറ്റണം. പ്രാർത്ഥന ദൈവത്തോടെയാണ്. ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ദൈവത്തിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ദൈവത്തിനോടാണ്. അല്ല, എന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കണ്ട. അപ്പോൾ ആയതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് എടുത്ത് മാറ്റുക. എന്നിട്ട് ആരൊക്കെ ദൈവത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ചിത്രങ്ങൾ ഇവിടെ അല്ല, അത് മൂന്നും വെച്ചോ. ഇല്ല, ചിത്രങ്ങളില്ല. ചിത്രങ്ങളില്ലാത്ത ദൈവം മനസ്സിലാണ് ദൈവം, ഇൻവിസിബിൾ. ഫോട്ടോ എടുത്ത് മാറ്റണം. താങ്ക് യു. എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എവിടെ മോൻ? ഈ ഫോട്ടോ എടുത്ത് മാറ്റണം. അത് നോക്കി പ്രാർത്ഥിക്കരുത്. എന്നെ നിങ്ങൾ മലയാളത്തിൽ കുറ്റക്കാരനാക്കി ദൈവത്തിൻ്റെ മുന്നിൽ. മനസ്സിലായില്ല? നമ്മളും നിങ്ങളൊക്കെ ദൈവത്തിൻ്റെ അടിമകളാണ്. ദൈവത്തിൻ്റെ അടിമകളാണ്. ഐപ്പ് വള്ളികാടൻ, നമസ്കാരം.